നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു 2 അക്കം കടക്കും കേരളത്തിലെ സീറ്റ് നേട്ടമെന്ന്. അത് ഒരല്പം അമിത ആത്മവിശ്വാസമാണെന്ന് നമുക്ക് കരുതാം. എങ്കിലും കേരളത്തിൽ ഇക്കുറി BJP താമര വിരിയിക്കുമെന്ന് തന്നെയാണ് അഭിപ്രായ സർവേകളടക്കം വ്യക്തമാക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് BJP കേരളത്തിൽ ഇക്കുറി രംഗത്തിറങ്ങുന്നത്. അതിനു മുന്നോടിയായി കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ വിജയം നേടാനുള്ള വലിയ പരിശ്രമങ്ങൾ, കഠിനമായ പരിശ്രമങ്ങൾ BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ നടത്തുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്നത് തിരുവനന്തപുരമാണ്. തലസ്ഥാന ജില്ല. മത്സരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. മലയാളിയാണ്, ഒരു ടെക്നോക്രാറ്റാണ്, ഒരു ബിസിനസ്സുകാരനാണ്, രാജ്യാന്തര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. രാജ്യത്താദ്യമായി BPL എന്ന മൊബൈൽ സംരംഭം കൊണ്ടുവന്ന ആളാണ്. ഇങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തുടക്കത്തിൽ പലരും BJP പ്രവർത്തകർ അടക്കം പറഞ്ഞതാണ് തലസ്ഥാനത്തെ BJP സ്ഥാനാർത്ഥിയുടെ സെലക്ഷൻ തെറ്റിപ്പോയി എന്ന്. പലരും വിചാരിച്ചത് നിർമ്മല സീതാരാമനോ അല്ലെങ്കിൽ അമിത്ഷായോ അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയോ തലസ്ഥാനത്ത് മത്സരിക്കുമെന്നൊക്കെയാണ്. പക്ഷേ അവരെല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വ്യക്തി, അദ്ദേഹം തലസ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്നു. ആദ്യത്തെ ഒരു അപരിചിതത്വത്തിനൊടുവിൽ രാജീവ് ചന്ദ്രശേഖർ കളം നിറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ തലസ്ഥാന ജില്ലയിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ പരസ്പരം പറയുകയാണ്, ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് അറിയാമോ? ആദ്യം ചോദിച്ചത് ആരാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. ഇപ്പോൾ പറയുന്നത് ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ ആളൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ രാജ്യം തന്നെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നരേന്ദ്രമോദി ഏറ്റവും അടുപ്പക്കാരനായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. രാജ്യത്തെ മൊബൈൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. മൈക്രോസോഫ്റ്റിനൊപ്പം പണിയെടുത്തിട്ടുള്ള ആളാണ്. ഇതിനേറെ പറയുന്നു, ബിൽഗേറ്റ്സ് അടക്കമുള്ള ആളുകൾക്കൊപ്പം ജോലി ചെയ്ത അനുഭവ പരിചയമുള്ള ആളാണ്. കഴിഞ്ഞ 18 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ BJPയുടെ പല നിർണായകമായ വിഷനുകൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് വിജയിക്കാനാകുമോ? നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ രാഷ്ട്രീയ കാറ്റാണ് തലസ്ഥാനത്ത് വീശുന്നതെന്ന് ഉറപ്പിച്ചു പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കണം, 2019. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് എതിരെ മത്സരിച്ചത് കുമ്മനം രാജശേഖരനാണ്. ശശി തരൂർ പിടിച്ചത് 4,16,131 വോട്ടുകളാണ് ശശി തരൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചെടുത്തത്. 3,16,142 വോട്ടുകൾ കുമ്മനം രാജശേഖരൻ നേടി. കുമ്മനം BJPയുടെ ഒരു മുഖമാണ്. BJPയുടെ മാത്രമല്ല, ഹിന്ദു മുന്നണിയുടെ, ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഒക്കെ ഒരു മുഖമാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനം രാജശേഖരൻ്റെ ഒരു ജനകീയ സ്വീകാര്യത എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കുമ്മനം രാജശേഖരൻ 3,16,000 വോട്ട് പിടിച്ചു. 1 ലക്ഷത്തിൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ശശി തരൂർ വിജയിക്കുകയായിരുന്നു. 3-ാം സ്ഥാനത്തെത്തിയ ആരാണ്? സി ദിവാകരൻ. CPIയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്. 2,52,052 വോട്ട്, ഏകദേശം ഒരു 60-65,000 വോട്ടിൻ്റെ വ്യത്യാസമായിരുന്നു കുമ്മനം രാജശേഖരനും 3-ാം സ്ഥാനത്ത് വന്ന സി ദിവാകരനും തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ 1 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം തലസ്ഥാന ജില്ലയിൽ, തലസ്ഥാന മണ്ഡലത്തിൽ BJPയും കോൺഗ്രസും തമ്മിലുണ്ട് എന്നുള്ളത് നമ്മൾ മുഖവിലേക്ക് എടുക്കുക. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? 5 വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. 5 വർഷം മുമ്പ് എന്തായിരുന്നു? കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും എങ്ങനെയാണ് UDFന് അനുകൂലമായ തരംഗമുണ്ടായത്? അവിടെ വയനാട്ടിൽ മത്സരിക്കാനായി രാഹുൽ ഗാന്ധി എത്തുന്നു. NDAക്ക് തുടർഭരണം കിട്ടുമെന്നുള്ള സൂചനകളുണ്ടെങ്കിൽ കൂടി അതിനെ പൂർണ്ണമായും ആരും വിശ്വസിക്കുന്നില്ല. അഭിപ്രായ സർവേകൾ പോലും NDAക്ക് തുടർഭരണം പറയുന്നില്ല. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, എങ്ങോട്ട് വേണമെങ്കിലും മാറിമറിയാം. അങ്ങനെ മാറിമറിഞ്ഞ് UPAക്ക് അനുകൂലമായൊരു രാഷ്ട്രീയ കാലാവസ്ഥ, ജനവിധി ഉണ്ടാവുകയാണെങ്കിൽ പ്രധാനമന്ത്രിയാകേണ്ട ആളാരാണ്? അത് രാഹുൽ ഗാന്ധി. അപ്പോൾ കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമ്പോൾ
അത് കേരളത്തിന് എത്രമാത്രം ഗുണമുണ്ടാകും? അങ്ങനെ രാഹുൽ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയും കേരളത്തിലെ 19 മണ്ഡലങ്ങളിൽ LDFിനെതിരായ വികാരമുണ്ടാവുകയും LDFിനെതിരെയുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂട്ടത്തോടെ UDFിലേക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും തലസ്ഥാനത്ത് 1 ലക്ഷത്തിൽ താഴെയുള്ള വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് NDAയും കോൺഗ്രസ് തമ്മിലുണ്ടായത്. ഇക്കുറി രാഷ്ട്രീയ കാലാവസ്ഥ മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്ക് പോലും തർക്കമില്ല. എത്ര സീറ്റ് നേടുമെന്നതിൽ മാത്രമാണൊരു ആശങ്ക. നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങൾ NDA 400 സീറ്റ് മറികടക്കുമെന്ന്. BJP ഒറ്റയ്ക്ക് 370 സീറ്റ് നേടുമെന്ന് പറയുന്നു. ന്യൂസ് 18 അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളുടെ അഭിപ്രായ സർവേകൾ പറയുന്നു 400 സീറ്റ് എന്നല്ല 420-430 സീറ്റ് പോകുമെന്ന് പറയുന്നു. അപ്പോൾ ആശങ്ക ആർക്കുമില്ല. സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ഒരു തർക്കമുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ BJPക്കും NDAയ്ക്കും അനുകൂലമായ ഒരു സാഹചര്യമാണെന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാർക്കും അറിയാം. ശശി തരൂരിൻ്റെ ഇമേജ് വളർന്നോ തളർന്നോ? വ്യക്തിഹത്യയ്ക്ക് നമ്മൾ മുതിരേണ്ടതില്ല. അത് തിരുവനന്തപുരത്തെ വോട്ടർമാർ പരിഗണിക്കട്ടെ. തലസ്ഥാന ജില്ലയിൽ നിന്നും ഒരു MP പോയാൽ ആ MPക്ക് കേന്ദ്രമന്ത്രി ആകാനുള്ള സാധ്യത ഉണ്ടോ? രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കയറുകയാണെങ്കിൽ മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയോടെ ഉള്ള ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. മറുഭാഗത്ത് ശശി തരൂർ ജയിച്ചാലോ? പ്രതിപക്ഷ നിരയിലിരിക്കാം. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ശശി തരൂർ. മല്ലികാർജുൻ ഖാർഗെയ്ക്കെതിരെ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിനെതിരെ ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രസിഡന്റാകാൻ മത്സരിച്ച് തോറ്റയാൾ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും ദേശീയ തലത്തിലെ കോൺഗ്രസ്സുകാർക്കും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ശശി തരൂർ എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് തരൂരിന് മറ്റൊരു പാര കൂടി ഉണ്ട്. അത് മത്സ്യത്തൊഴിലാളി മേഖലകളിൽ നിന്നും അതുപോലെ തീരദേശ മേഖലകളിൽ നിന്നുമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച സമയത്ത് നമുക്കറിയാം ഇടതു വലത് മുന്നണികൾ ഹമാസിനെ എത്രമാത്രം പ്രീണിപ്പിച്ചുവെന്ന്. അങ്ങനെ മുസ്ലിം ലീഗ് നടത്തിയ ഒരു പാലസ്തീൻ അനുകൂല പരിപാടിയിൽ പോയി ഉള്ള സത്യം തരൂർ തുറന്നു പറഞ്ഞു. ഹമാസ് ഭീകരന്മാരാണ്, തീവ്രവാദികളാണ്. അതോടുകൂടി കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ തരൂരിനെതിരെ വലിയ പടപ്പുറപ്പാടുണ്ടായി. MM ഹസൻ അടക്കമുള്ള നേതാക്കൾ തരൂരിനെ പരസ്യമായി നിശിതമായി വിമർശിച്ചു. ലീഗ് സംയമനം പാലിച്ചുവെങ്കിലും ലീഗ് അണികൾക്കിടയിൽ തരൂരിനെതിരെയുള്ള അതിവൈകാരികമായ വികാരമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടിപ്പിക്കുന്ന കാര്യം ഉറപ്പുമാണ്. പന്ന്യൻ രവീന്ദ്രന് വലിയ ജനകീയ പിന്തുണയൊന്നും തലസ്ഥാനത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകില്ല. കാരണം പന്ന്യനേക്കാൾ വലിയ നേതാവാണ് CPIയിൽ C ദിവാകരൻ. കാരണം നെടുമങ്ങാട് മത്സരിച്ച് ജയിച്ചയാൾ, തലസ്ഥാന നഗരത്ത് പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ. ആ C ദിവാകരന് കാണിക്കാൻ കഴിയാത്ത അത്ഭുതമെന്നും പന്ന്യൻ രവീന്ദ്രൻ തലസ്ഥാനത്ത് കാണിക്കുമെന്ന് CPIക്കാർ പോലും വിശ്വസിക്കുന്നില്ല. അപ്പോഴത്തെ ഇതെല്ലാം കൂട്ടി യോജിക്കുമ്പോൾ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തലസ്ഥാനത്ത് ഇക്കുറി ഒരു അട്ടിമറി വിജയം നേടാൻ സാധ്യതയുള്ളത് രാജീവ് ചന്ദ്രശേഖറാണ്. BJPയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള മുന്നേറ്റത്തിന് ഒരു പൂർത്തീകരണം, ആഗ്രഹ സാഫല്യം ഇക്കുറി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ശശി തരൂർ മുൻപിവിടെ വന്നപ്പോൾ ഒരു വിശ്വപൗരനെന്ന പരിവേഷമുണ്ടായിരുന്നു. ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ്സുകാർ പോലും വിമർശിച്ചപ്പോഴും ഒരു വിശ്വപൗരൻ്റെ ഇമേജ് ആയിരുന്നു അദ്ദേഹത്തിന് പിന്തുണയായി എത്തിയത്. ആ ശശി തരൂരിനെ എതിരിടാൻ തക്ക പ്രാപ്തിയും കരുത്തുമുള്ള മറ്റൊരു വിശ്വപൗരൻ, വിശ്വസിക്കാവുന്ന പൗരനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായ ഒരു തരംഗം തലസ്ഥാനത്തുണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരിനും നാടിനുമൊപ്പം എപ്പോഴും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.